ഇന്ന് നമുക്കൊരു ഈസി മോരുകറി റെസിപ്പി പിടിച്ചാലോ? അതിനാദ്യം വേണ്ടത് ഒരു പാക്കറ്റ് തൈരാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽമയുടെ തൈരാണ്. അത് അല്പം വെള്ളം കൂടെ യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക. എന്നിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം വേണ്ടത് ഉണക്കമുളകാണ്. അത് ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ഉണക്കമുളക് ഇട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുള്ളി, ഒരു 4-5 ചെറുള്ളിയും, പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, ഇതെല്ലാം ഇട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് 1-2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എന്ന് പറയുന്ന അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അത് നമുക്ക് കറിക്ക് എപ്പോഴും ടേസ്റ്റ് കൂട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നതൊക്കെ ഒന്ന് വെന്തെന്ന്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി സ്മെല്ല് മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അധികം തിളക്കാൻ നിൽക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു സ്വാദിഷ്ടമായ ഒരു സിമ്പിൾ മോരുകറിയാണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സിന് ഒക്കെ യൂസ് ചെയ്യാം.